ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രികാലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീഡിയയെ ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ സമർപ്പിക്കുന്നു. ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ ദേവദാസിദാസന്മാർ, ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന എല്ലാ ദേവദാസിദാസന്മാർ, എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ നാവിനോട് കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും അതിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം അനുവദിക്കരുതേ. കേൾവിക്കാരെ കൂട്ടിവരുത്തണം. കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. രോഗികളെ സൗഖ്യമാക്കണം. കർത്താവെ, ക്രിസ്തുവിൽ എല്ലാവരും വളർച്ച പ്രാപിക്കുവാൻ ദൈവം ഇടയാകണം. ആത്മീക അഭിഷേകത്തിനൊരു പകർച്ചയുണ്ടാകണമേ. ആ ക്രൂശിന്റെ മറഞ്ഞിരുന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കൃപ നൽകും. ദൈവഹിതമല്ലാത്തൊരു വാക്ക് പോലും നാവിൽ നിന്ന് പുറപ്പെടരുത്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെ ഇന്ന് രാത്രി ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചു വന്ന നമ്മുടെ ചിന്താവിഷയം ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നുള്ളതായിരുന്നു. ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നുള്ള ചിന്താവിഷയത്തിൽ എങ്ങനെ ഒരു മനുഷ്യന് ക്രിസ്തുവിൽ തികഞ്ഞവരാകാൻ കഴിയും? ഒന്നാമത്തെ ഭാഗം, ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ജനിക്കണം. അതിൻ്റെ അടിസ്ഥാനപ്പടിയാണ് മാനസാന്തരപ്പെട്ട് വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്ന അനുഭവം. അങ്ങനെ ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ഒരു മനുഷ്യന് ദൈവം നൽകുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം, 1-ാം അധ്യായം 8-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 15, 16, 17 വാക്യങ്ങൾ അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോയതിനു ശേഷം കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുവാനുള്ള കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കണം. അടുത്തത് അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങൾ, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പം നുറുക്ക്. ആദിമ നൂറ്റാണ്ടിൽ അപ്പസ്തോലനായ പത്രോസിൻ്റെ 11 പേരോടും കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ആദ്യത്തെ പത്രോസിൻ്റെ പ്രസംഗം കേട്ടതായ 3000 പേര് സ്നാനപ്പെട്ട് അവർ അപ്പസ്തോലന്മാരോട് ചേർന്നു. അപ്പോൾ ആ പാരമ്പര്യം വിട്ട് ദൈവവചനവുമായിട്ടുള്ള ഏകീഭവിച്ചുള്ള ജീവിതം. അപ്പോൾ അവിടെ അപ്പസ്തോലന്മാരുടെ ഉപദേശം, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പം നുറുക്ക് എന്നുള്ള ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റോമർ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു, ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനെ കൊണ്ട് മരിപ്പിക്കണം. ക്രിസ്തുവിൽ വളർന്നു വരാനുള്ള പടികളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. അപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനെ കൊണ്ട് മരിപ്പിക്കണം. 6-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുവാനിടയായി തീർന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം എങ്ങനെ അതിലിനി ജീവിക്കും? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടെ ഏകീഭവിക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുവാൻ, ആ പാപത്തിൽ മരിച്ച മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കേണ്ടതിന് വേണ്ടി പഴയ പാപത്തെ അതിനെ കഴുകിക്കളയുന്ന ഒരു അടയാളം അല്ലെങ്കിൽ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്നും കയറി വരുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളിൽ ഇനി പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ ഇനി അനീതിക്ക് വേണ്ടി സമർപ്പിക്കരുത്. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളണം. അപ്പോൾ വളരുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് സമർപ്പണമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുക. അതിൽ ഉൾപ്പെടുന്നതാണ് നാവ്. അപ്പോൾ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് നാവ് എന്നുള്ളത് ചെറിയൊരു അവയവമാണ്, പക്ഷേ അത് വലിയ കാട് കത്തിക്കുന്ന ഒരു ഒന്നാണ്. കാട് കത്തിക്കുന്ന തീ പോലെയാണ്. ഇപ്പം ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്നും വലിയൊരു കാട് കത്തുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ, മനുഷ്യൻ്റെ ശരീരത്തിലെ നാവ് എന്ന അവയവം. അപ്പോൾ ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ അവയവങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അപ്പോൾ കയ്യ്, കാല്, മൂക്ക്, നാക്ക്, ത്വക്ക്, നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്ത, നമ്മുടെ അവയവങ്ങളെല്ലാം
നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എൻ്റെ കൈ ഇനി യേശുവിൻ്റെ കൈയാണ്, എൻ്റെ കണ്ണ് ഇനി യേശുവിൻ്റെ കണ്ണാണ്, എൻ്റെ കാത് ഇനി യേശുക്രിസ്തുവിൻ്റെ കാതാണ് എന്നുള്ള ഒരു ബോധത്തോടെ അല്ലെങ്കിൽ ഒരു ചിന്തയോടെ ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മുടെ അവയവങ്ങളെ ഇനി അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, പിശാചിന് സമർപ്പിക്കരുത്. നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് വേണ്ടി യേശുക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ കാൽവരിയിൽ യേശുക്രിസ്തു യാഗമായി തീർന്നത് നാം ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന അടിസ്ഥാനത്തിൽ ദൈവം ശുശ്രൂഷകന്മാരെ സഭയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന സഭ എന്നുള്ളത് സ്വർഗരാജ്യത്തിന്റെ ഒരു മറഞ്ഞിരിക്കുന്ന മർമ്മമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ സഭയാകുന്ന ഭവനത്തിൽ, സഭയാകുന്ന കുടുംബത്തിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാരെ ദൈവം നിയമിച്ചിരിക്കുന്നത് ജാതികളിൽ നിന്നും അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോട് ചേർക്കുന്നു. അപ്പൊ സഭയിൽ കടന്നു വരുന്നവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ, ക്രിസ്തുവെന്ന തലയോളം വളരേണ്ടതിനു വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി ഒരു കുടുംബത്തിൽ മാതാവിനും പിതാവിനും കുഞ്ഞുങ്ങളെ നൽകുന്നത് പോലെ ഒരു സഭയിൽ ദൈവം തൻ്റെ മക്കളെ അയക്കുന്നത് അവർ ദൈവരാജ്യത്തിൽ വളരേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ അത് വളർത്തുവാൻ ദൈവം ശുശ്രൂഷകന്മാരെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം ഈ നാളുകളിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ തിരിച്ചറിഞ്ഞ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ, നീതിയോടെ ചെയ്യുമ്പോൾ അതേ നമ്മളെ ഏൽപ്പിക്കുന്ന ദൈവജനവും നമ്മളിലൂടെ വളർച്ച പ്രാപിക്കുന്നു. അതിനൊരു തെളിവ് അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ നടന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുവല്ലോ. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ആർദ്രതയോടെ വളർത്തുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ, പോറ്റുന്നത് പോലെ ഞാൻ നിങ്ങളെ എത്ര സ്നേഹത്തോടെ, നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയൊക്കെ ഞാൻ നടന്നു, സത്യസന്ധതയോടെ, നിഷ്കളങ്കതയോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ നടന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ അതിന് മാതൃകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ദൈവപൈതൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുന്നതിനുള്ള മാർഗമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വളർത്തുക എന്നുള്ളത് ശുശ്രൂഷകന്മാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. വളരുവാൻ പരിശ്രമിക്കുക എന്നുള്ളത് ദൈവജനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് സ്വയമായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ നമ്മളെ സഹായിക്കുവാൻ ദൈവം ശുശ്രൂഷകന്മാരെ ആക്കിയിട്ടുണ്ട്. അടുത്തത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നു. നമ്മൾ യൂദയുടെ ലേഖനം 25-ാമത്തെ വാക്യവും 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ വാക്യവും ഒക്കെ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കായിട്ട് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത നിക്ഷേപത്തിനായിട്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതിയത്. അപ്പോൾ വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതയിൽ നിഷ്കളങ്കരായി അല്ലെങ്കിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ സർവശക്തനായ ദൈവം വീഴാതവണ്ണം നമ്മളെ നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ തന്നെ നമ്മളെ ഉപദേശിക്കുവാൻ, നമ്മളെ ശാസിക്കുവാൻ, നമ്മളെ ശിക്ഷിക്കുവാൻ, നമ്മളെ ഗുണീകരിക്കുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ, നമ്മളെ വഴി നടത്തുവാൻ ദൈവമാക്കിയിരിക്കുന്ന ശുശ്രൂഷകൻ എന്നല്ല, ശുശ്രൂഷകന്മാർ ആരൊക്കെയാണ്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ദൈവപൈതൽ ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുവാൻ പരിശ്രമിക്കുകയാണ്, തന്നെത്താൻ പരിശ്രമിക്കുകയാണ്. നമ്മൾ വളരാൻ പരിശ്രമിച്ചെങ്കിലേ നമുക്ക് വളരാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ശാരീരികമായ അഭ്യാസം ഉള്ളതുപോലെ ആത്മീക അഭ്യാസവും ഉണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ആത്മീയ അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ വളരാനുള്ള അഭ്യാസം എന്ന് പറഞ്ഞാൽ പാപത്തോട് പോരാടിയുള്ള അഭ്യാസം, പിശാചിനോട് പോരാടിയുള്ള അഭ്യാസം, ലോകത്തോട് പോരാടിയുള്ള അഭ്യാസം. അപ്പോൾ കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അല്ലെ, ജഡമോഹം,
ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഹങ്ങളോടുള്ള പോരാട്ടം, ഇതാണ് അഭ്യാസം എന്ന് പറയുന്നത്. കൈ ഒരു പ്രാവശ്യം അബദ്ധവശാൽ പാപം ചെയ്താൽ ആ കൈയെ വിലക്കിയിട്ട്, ഈ കൈ യേശുവിൻ്റെയാണ്, ഇനി കൈ കൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല, എൻ്റെ നാവ് യേശുവിൻ്റെയാണ്, ഇനി ഈ നാവ് കൊണ്ട് ഞാൻ ഇനി അരുതാത്തത് സംസാരിക്കത്തില്ല, ആരെയും കുറ്റം പറയത്തില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്ത് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് അതിനെ നിഷ്കളങ്കമായി സൂക്ഷിക്കുന്നതാണ് ഈ അഭ്യാസം എന്ന് പറയുന്നത്. അരുതാത്തത് കാണുമ്പോൾ അയ്യോ ഞാൻ കണ്ടല്ലോ, അതുകൊണ്ട് നാളെ ഞാൻ കാണത്തില്ല, ഇന്ന് എന്നോട് ദൈവം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നാളെ കാണാതെ വണ്ണം ആ കണ്ണിനെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ നാവ് കൊണ്ട് പാപം ചെയ്യത്തില്ലെന്ന് ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമാണ് ആത്മീയ അഭ്യാസത്തിന്റെ ഭാഗം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ അഭ്യസിച്ച് നമ്മൾ വിശുദ്ധരായി തീരണം. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികയ്ക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടെ യഹോവയായി ഞാൻ, ലേവ്യ പുസ്തകം 19:2 1 പത്രോസിന്റെ ലേഖനം 1:16 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, നിങ്ങളുടെ യഹോവയായി ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ ക്രിസ്തുവിൽ വളർന്നു എന്നുള്ളതിന്റെ അടയാളം വിശുദ്ധ ജീവിതമാണ് എന്ന് നമ്മൾ കാണുന്നു. ക്രിസ്തുവിൽ വളർന്നു എന്നുള്ളതിന്റെ അടയാളം ഫലകരമായ ജീവിതമാണ് എന്ന് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിൽ വളർന്നു എന്നുള്ളതിന്റെ അടയാളം എന്താണ്? ഒരു ദൈവവേദൽ ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ അടയാളം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം തന്നിരിക്കുന്നത് യാക്കോബ് അപ്പോസ്തലനാണ്. അപ്പോസ്തലനായ യാക്കോബ് പഠിപ്പിച്ചൊരു ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ തൻ്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ശക്തനായ ഒരു പുരുഷനായി തീരുകയാണ്. ഏതിൽ തെറ്റാതിരുന്നാൽ? വാക്കിൽ തെറ്റാതിരുന്നാൽ. നമ്മുടെ വാക്ക് അതിൽ തെറ്റിപ്പോകാതിരുന്നാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കും, നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശക്തനായ പുരുഷനായിട്ട് മാറുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പോൾ വളർന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? നമ്മുടെ വാക്കിലുള്ള വിശ്വസ്തതയാണ്. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നത് പറയുക, പറയുന്നത് ചെയ്യുക, അല്ലാത്തത് പറയാതിരിക്കുക. അപ്പോൾ ആ പറയുന്നത് വിശ്വസ്തയോടെ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് വളർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നാവിൽ, അവയവങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വാക്കുകളിൽ തെറ്റാതെ ഇരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വളർന്നു എന്നുള്ളതിൻ്റെ അടയാളത്തിലുമായിട്ട് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നതാണ്. അപ്പോൾ വിശുദ്ധരായി വളരുക എന്നുള്ളത് വളർന്നതിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ അടയാളങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ വിശ്വസ്തത, സത്യസന്ധത, അപ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുക എന്നുള്ളതാണ് വളർന്നു എന്നുള്ളതിന്റെ അടയാളം എന്നും നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. അല്ലെ, റോമർ ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, അവന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടിട്ട്. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ് വളർന്നു എന്നുള്ളതിന്റെ അടയാളം. റോമർ ലേഖനം 12-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകാതെ. അങ്ങനെയല്ലേ തുടങ്ങുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം ഞാനൊന്ന് വായിക്കാം. അവിടെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഒന്നാമത് സമർപ്പണം. അടുത്തത് പറയുന്നത്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ വരുന്ന രൂപാന്തരം അത് വളർച്ചയുടെ ഒരു പടിയാണ്, വളർച്ചയുടെ ഒരു സ്റ്റെപ്പാണ്. വളർന്നു എന്നുള്ളതിന്റെ ഒരടയാളമാണ്. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപമാകരുത്. ഈ ലോകത്തിലെ വ്യക്തികൾ ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, വചനം പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്, ലോകക്കാർക്ക് അനുരൂപമാകരുത്. അപ്പൊ ലോകത്തിലെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്, അത് ലോകക്കാർക്കുള്ളതാണ്. പക്ഷെ ദൈവമക്കൾക്ക് ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയക്കപ്പെട്ടത്
ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങി അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകരേണ്ടതിനത്രേ അപ്പോൾ നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാകുന്നു. അപ്പോൾ നമ്മൾ അവിടെ വായിച്ചിരിക്കുന്ന ഒരു ഭാഗം ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും വിലയ്ക്ക് വാങ്ങി ആചാര അനുഷ്ഠാനങ്ങളുടെ കീഴിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെ കീഴിൽ നിന്നും ഈ ലോകത്തിലെ ശക്തികളുടെ കീഴിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ ഇനി ആ പ്രമാണത്തിന്റെ കീഴിലല്ല നമ്മൾ ഇനി എന്തിന്റെ കീഴിലാണ്? പരിശുദ്ധാത്മാവിന്റെ കീഴിലാണ്, ദൈവത്തിന്റെ കീഴിലാണ്, ദൈവിക വ്യവസ്ഥയുടെ, ദൈവിക ഉടമ്പടിയുടെ, ദൈവിക വചനത്തിന്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഒഴിക്കലായിരുന്നു, ആചാരാനുഷ്ഠാനങ്ങളുടെ കീഴിലായിരുന്നു. പക്ഷെ അതിൽ നിന്നും കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി, സ്വന്തം രക്തം കൊടുത്ത്, സ്വന്തം രക്തം ചിന്തി, സ്വന്തം ജീവൻ അർപ്പിച്ച് നമ്മളെ വിലയ്ക്ക് വാങ്ങുവാനിടയായി തീർന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാണ്? കൊലോസ്യ ലേഖനം 1:13 പറയുന്നത് പോലെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാ? ദൈവരാജ്യത്തിലാണ്. ഇപ്പോൾ നമ്മൾ എവിടെയാ? പുത്രന്റെ രാജ്യത്തിലാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് എവിടെയാ? ലോകത്തിലാണ്. യേശു ക്രിസ്തു അതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, അത് നിങ്ങൾ ലോകക്കാരല്ലായകയാൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും അത് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകക്കാരല്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എവിടെയായി? ലോകത്തിലാണ്, ഭൂമിയിലാണ്. അപ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രഭാവം എന്ന് എടുത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നീയോ ദൈവത്തിന് പ്രിയനായുള്ളവേ അത് വിട്ടോടി നീതി, വിശ്വാസം, അല്ലെ, അതിനെ പിന്തുടരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓടി, അല്ലെ. അപ്പോൾ നമ്മൾ ആരാ? ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിന്റെ മനുഷ്യരാണ്, ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ സന്തതിയാണ്. അതുകൊണ്ട് വിട്ടോടേണ്ടതാണ്, അത് അകലേണ്ടതിനെ അകലേണ്ടതാണ്, അടുക്കേണ്ടതിനോടുകൂടി അടുക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവനെ അത് വിട്ട് ഓടി. ഏത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ലോകത്തിലെ അത് ചില ആചാര അനുഷ്ഠാന നിയമ കർമ്മ ആചാര മാർഗങ്ങൾ മനുഷ്യനെ നിത്യതയിലേക്ക് എത്തിക്കുന്നില്ല. അതുകൊണ്ട് ആണ് ഈ ഭൂമിയിൽ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത്. എന്തിനാ? ദൈവജനം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടതിന്. ഗലാത്യ ലേഖനം 5:25 അത് തന്നെയാണ് പറയുന്നത്. ആത്മാവിനെ നിങ്ങൾ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ, അല്ലെ, ആത്മാവിനാൽ ജീവിക്കുന്നുവെന്നോ എങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ റോമർലേഖനം 8:12 പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ നാം ദൈവമക്കളായിട്ട് ഓരോ ദിവസവും വളരണമെങ്കിൽ ആത്മീക അഭ്യാസം നമുക്ക് ആവശ്യമാണ്. സ്റ്റെപ്പായിട്ടാണ് നമ്മൾ വളരുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കാരും ഒരു പുരുഷനായി തീരുന്നില്ല. ക്രിസ്തു വന്ന തലയോളം വളർച്ച പ്രാപിക്കണമെങ്കിൽ അതാണ് രക്ഷിക്കപ്പെടും. അപ്പോൾ അന്ത്യകാലച്ച അതിനുവേണ്ടി വിശ്വാസത്താൽ ദൈവശക്തി നമ്മൾ സൂക്ഷിക്കുന്നു. അപ്പോൾ വരാനിരിക്കുന്ന ഒരു രക്ഷയുണ്ട്, അതിലേക്ക് നമ്മൾ വളരണം. അതിനാണ് പൗലോസ് പറഞ്ഞത്, എന്താ പറഞ്ഞത്? ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട്, ഈ ലോകത്തിലെ എല്ലാം ചപ്പ് ചവറെന്ന് കണ്ടുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുന്നു. ഏതാ ലക്ഷ്യം? വല്ലവിധേനയും ക്രിസ്തുവിനെ നേടാമോ എന്നുള്ള ലക്ഷ്യത്തിലേക്ക്, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കാമോ എന്നുള്ള ലക്ഷ്യം. അപ്പോൾ പൗലോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മരണശേഷമുള്ള പുനരുദ്ധാനം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഈ പുനരുദ്ധാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണെന്നാണ്. യഥാർത്ഥത്തിൽ പുനരുദ്ധാനം എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ദൈവമക്കളുടെ പുനരുദ്ധാനം ഒരു പ്രത്യേകതയുണ്ട്. ദൈവമക്കളുടെ പുനരുദ്ധാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെപ്പോഴാണ് നടക്കുന്നത്? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന വിശുദ്ധന്മാരായ നാം അവരോട് ഒരുമിച്ച് ആകാശമേഖലയിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഇടയ്ക്കപ്പെടും. ഇതൊന്നാമത്തെ പുനരുദ്ധാനം. പക്ഷെ മത്തായിയുടെ സുവിശേഷം 25 കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും ഉയർത്തെഴുന്നേൽക്കുന്നൊരു സമയമുണ്ട്. അപ്പൊ അവർക്കും എന്നുണ്ട്? ഉയർപ്പുണ്ട്, പുനരുദ്ധാനമാണ്. നന്മ ചെയ്തവരും തിന്മ ചെയ്തവർക്കുമുണ്ട്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3:17 പറയുന്നു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകിയാൽ
അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നത് തന്നെ ന്യായവിധി കാരണമായി തീർന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാ? ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവൻ രക്ഷ പ്രാപിക്കേണ്ടതിനത്രേ. എന്നിട്ടാണ് താഴെ പറഞ്ഞ ന്യായവിധി എന്നതോ. അപ്പോൾ ദൈവമക്കളുടെ പുനരുദ്ധാനം എന്നുള്ളതിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവമക്കളുടെ പുനരുദ്ധാനം എന്തിനാ? ദൈവമക്കൾക്ക് പ്രതിഫലം കൊടുത്ത്, അല്ലെ, ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിർത്തി തീയിലെന്ന പോലെ ശോധന ചെയ്ത് പ്രതിഫലങ്ങളെ കൊടുത്ത് ആ പ്രതിഫലം വീതിക്കാൻ വേണ്ടിയാണ് ദൈവമക്കൾ പുനരുദ്ധാനം ചെയ്യുന്നത്. ആ ലഭിക്കാൻ വേണ്ടി, പ്രതിഫലം ലഭിക്കുവാൻ. അതാണ് വെളിപ്പാട് പുസ്തകം 1:22-12 പറയുന്നത്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ കർത്താവിൽ നിന്നും പ്രതിഫലം പ്രാപിക്കുവാൻ നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തുവിൽ ജനിച്ചവർ, ക്രിസ്തുവിൽ ജീവിച്ചവർ, ക്രിസ്തുവിൽ മരിക്കപ്പെട്ട വിശുദ്ധന്മാർ. ക്രിസ്തുവിൽ മരിച്ചവർ അവർ രൂപാന്തരം പ്രാപിക്കും, പുനരുദ്ധാനം ചെയ്യും, പ്രതിഫലങ്ങളെ പ്രാപിക്കും. പ്രതിഫലം ആരാ പ്രാപിക്കുന്നത്? പ്രതിഫലം ഓരോരുത്തരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. അപ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ നമ്മൾ ചെയ്തത്, നമ്മളെ ഏൽപ്പിച്ച സ്ഥാനങ്ങളിൽ നമ്മളെ ചെയ്തത്, നമ്മളെ ആക്കിയിരിക്കുന്ന ഇടത്ത് നമ്മുടെ വിശ്വസതയോടെ നമ്മൾ ചെയ്തത്, നമ്മുടെ നിഷ്കളങ്കമായ ഹൃദയം, നമ്മുടെ സത്യസന്ധമായ അതേ ഓട്ടം, ശുശ്രൂഷകൾ, അതേ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവം കാണുന്നുണ്ട്. അതിനെല്ലാം ദൈവം പ്രതിഫലം തരുന്നുണ്ട്. പീഡനത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, സുവിശേഷ വിരോധികളുടെ നടുവിൽ, നിയമ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നത് ദൈവം കാണുന്നുണ്ട്. അതിനെല്ലാം പ്രതിഫലങ്ങളുണ്ട് ദൈവമക്കളെ. ജയിലറിൽ അടയ്ക്കപ്പെട്ടത്, അത് കല്ലേറ് കൊണ്ടത്, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടത്, കള്ളന്മാരായുള്ള ആപത്ത് വന്നത്, അല്ലെ പ്രൈസലോ, അത് സഹോദരന്മാരായുള്ള ആപത്ത് വന്നത്, അത് കുടുംബക്കാരിൽ നിന്നുള്ള ആപത്ത് വന്നത്, കൂട്ടുകാരിൽ നിന്നുള്ള ആപത്ത് വന്നത്, ദേശത്തു നിന്ന് സമുദായത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ആപത്തുകൾ, ഇതൊക്കെ ദൈവം കാണുന്നു. ഇതിനെല്ലാം പ്രതിഫലം കർത്താവ് തരും. അതിനുവേണ്ടി ഈ ആപത്തുകളും ഈ പ്രതിസന്ധികളും ഈ പ്രശ്നങ്ങളും കടന്നു വന്നപ്പോൾ പത്രോസിനെ പോലെ, യൂദയെ പോലെ പിന്മാറിപ്പോയ, ഒറ്റിക്കൊടുത്ത ഏതെങ്കിലും അനുഭവം ദൈവമക്കളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയാതെ മടങ്ങി വരാൻ വേണ്ടിയാണ് ദൈവം ചില അവസരങ്ങൾ നമുക്ക് നൽകുന്നത്. ഓരോരുത്തരും എന്തുണ്ട്? പ്രതിഫലം ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രതിഫലം നഷ്ടമായി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആത്മീയ അഭ്യാസത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ച് ക്രിസ്തു എന്ന തലയോളം വളർച്ച പ്രാപിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. എന്തിനാണ്? ഈ പ്രതിഫലം നമുക്ക് നഷ്ടമായി പോകാതെ ഇരിക്കുവാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ്, 2-3 അധ്യായത്തിൽ ചിന്തിച്ചതാണ്, അല്ലെ. ജയിക്കുന്നവന് ഒന്നാമത്തെ പ്രതിഫലം, ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പാപത്തിന്റെ അനന്തരഫലമായി ഏദൻ തോട്ടത്തിൽ നിന്നും ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൻ കഴിയാതെ, അല്ലെ, പാപത്തിന്റെ അനന്തരഫലമായി ആ വൃക്ഷത്തിന്റെ ഫലം വിലക്കി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് ഓരോ ദൈവവൈതലിനും വിജയകരമായ ജീവിതം നയിക്കുന്ന ഓരോ ദൈവവൈതലിനും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7 മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. 12 സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ പ്രതിഫലങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ. അതിൽ ഒന്നാമത്തേതാണ് ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവം തന്നെ പറിച്ചു തരും. ആർക്ക് തരും? വിജയിക്കുന്നവന്, ക്രിസ്തു എന്ന തലയോളം വളർച്ച പ്രാപിക്കുന്നവന്, വിജയകരമായ ജീവിതം നയിച്ചവന്, പിശാചിനെ ജയിച്ചവന്, പാപത്തെ ജയിച്ചവന്, ലോകത്തെ ജയിച്ചവന്, അത് വിട്ടോടി നീതി, വിശ്വാസം, അതേ ദൈവത്തിന്റെ സത്യസന്ധതയെ, ആ സത്യസന്ധതയിൽ നിലനിൽക്കുന്നവൻ, അതിനെ പിൻപറ്റുന്നവർക്ക് ദൈവം പ്രതിഫലങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വളരുവാനായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പോൾ ആരാണ് വളരുന്നത്? കർത്താവിൽ നിന്നും കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ അത് വളരുവാൻ ആഗ്രഹിക്കുന്നു, വളർച്ച പ്രാപിക്കുവാൻ ഇടയായി തീരണം. എന്തിനാണ്? സ്വർഗീയ പ്രതിഫലം നഷ്ടമായി പോകാതിരിക്കുവാൻ. അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ യേശുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചു, പാസ്റ്റർ പറഞ്ഞ പോലെ സ്നാനപ്പെട്ടു, ഒക്കെ ശരി, ഞായറാഴ്ച പോയി കൈയടിച്ചു, അന്യഭാഷ പറഞ്ഞ് കാണും, സ്വതന്ത്രക്കാഴ്ച ഇട്ട് കാണും, ഒക്കെ ശരിയാ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും അത് പ്രാർത്ഥനയില്ല, അന്യഭാഷയില്ല, വിശ്വാസമില്ല, വചനധ്യാനമില്ല, വിശുദ്ധ ജീവിതമില്ല, പിന്നെ വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോയി ഇങ്ങനെ ഒരു കേവലം സഭയിലെ വിശ്വാസിയായിട്ട് മാത്രം ഇരുന്നാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ?
അവർക്ക് കൊണ്ട് പ്രതിഫലം. അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോയി. എന്തിനാ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അപ്പോൾ വളരുന്ന വിശ്വാസി ഇരിക്കുന്നത് എവിടെയായിരിക്കും? യേശുക്രിസ്തുവിനോട് കൂടെ. 3-ാം അധ്യായത്തിൽ പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ, ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കും. എവിടെയെങ്കിലും പോയിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, എവിടെയെങ്കിലും പോയിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ സ്നാനപ്പെട്ടത്, എവിടെയെങ്കിലും പോയിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ കഷ്ടതയൊക്കെ അനുഭവിക്കുന്നത്. നമ്മളിരിക്കാൻ കഷ്ടത അനുഭവിച്ചത് എന്തിനാ? നമ്മൾ കർത്താവ് നിമിത്തം അതേ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്തിനാ? കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കും, കർത്താവ് വരും. കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ മടങ്ങി വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തും. എൻ്റെ അടുക്കൽ ചേർത്ത്. കണ്ടോ, കർത്താവിനോട് കൂടെയുള്ള വാസം എത്ര മനോഹരമാണ്. ഇപ്പോൾ കർത്താവിനോട് കൂടെയുള്ള വാസം എത്ര സന്തോഷമാണ്, അല്ലേ? അതെവിടെയാ? പുത്തൻ യെരൂശലേമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, ദുഃഖവും മുറിവിളിയുമില്ലാത്ത, മരണമില്ലാത്ത, കുഞ്ഞാടിന്റെ വെളിച്ചത്തിൽ, സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിലല്ല, കുഞ്ഞാടിന്റെ തേജസ്സിന്റെ വെളിച്ചത്തിൽ രാപ്പകലില്ലാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന അനുഭവം അതാർക്കാണ്? ജയിക്കുന്നവർക്കുള്ളതാണ്. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. പ്രൈസ് ദി ലോർഡ്. ആ പുനരുദ്ധാനം ദൈവമക്കളുടെ പുനരുദ്ധാനം. പക്ഷെ അടുത്ത പുനരുദ്ധാനം ജാതികളുടെ പുനരുദ്ധാനം. ലോകത്തിലുള്ള സകല മനുഷ്യരും. വെളിപ്പാട് പുസ്തകം 21-ലാണല്ലോ നമ്മളത് കാണുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇതാ, ഞാനൊരു വെള്ള സിംഹാസനം കാണുന്നു. എന്നിട്ട് 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വെളിപ്പാട് 20:11, ഇതാ ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കെടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കണ്ടോ, ഈ പുനരുദ്ധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ച് കൊടുത്തു. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ, ആത്മഹത്യ ചെയ്ത് മരിച്ചവരാണെങ്കിലും, കൊലപാതകത്തിൽ മരിച്ചവരാണെങ്കിലും, ആക്സിഡന്റിൽ മരിച്ചവരാണെങ്കിലും, രോഗക്കിടക്കയിൽ മരിച്ചവരാണെങ്കിലും, പ്രായമായി സ്വാഭാവിക മരണം മരിച്ചവരാണെങ്കിലും, എങ്ങനെ മരിച്ചവരാണെങ്കിലും, ഇനി കടവാരം വന്ന് ഓടിപ്പോയി ഒളിച്ചോടിപ്പോയി ആത്മഹത്യ ചെയ്തത് അവരും എവിടെ കാണും? ആ പുനരുദ്ധാനത്തിൽ കാണാതിരിക്കത്തില്ല. അപ്പോൾ അവർ ചെയ്തതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ എവിടെ എഴുതിയിട്ടുണ്ട്? ഈ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരും അറിയാതെ പറഞ്ഞതും ആരും അറിയാതെ ചെയ്തതും, ഒരുവരെ ചെയ്ത കുറ്റത്തിന് പോലീസ് പിടിച്ചു കാണത്തില്ല, നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ക്യാമറയിൽ നിന്ന് ഒപ്പിയെടുക്കുന്നതിനേക്കാൾ അത് സകലതും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ കണ്ണുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുക, അത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ മരിച്ചവരും പുനരുദ്ധാനമുണ്ട്. വെളിപ്പാട് മത്തയിയുടെ സുവിശേഷത്തിൽ 25 കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും പുനരുദ്ധാനം ചെയ്യപ്പെടും. അപ്പോൾ ആ ന്യായവിധിയിൽ നിന്നും നമ്മളെ രക്ഷിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് കൽവരിയിൽ യാഗമായി നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ഇവിടെ ഈ ന്യായവിധിയിൽ നിന്നും മനുഷ്യനെ രക്ഷ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്.
നമ്മളെ രക്ഷിച്ചത് ഈ നിത്യമായ നരകത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം, അഭിഷേകം പ്രാപിച്ചതിന് ശേഷം, ശുശ്രൂഷയിൽ ഇറങ്ങിയതിന് ശേഷം പിന്മാറിപ്പോയാൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇബ്രായ ലേഖനം നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം, 11-ാമത്തെ അധ്യായം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആരുടെ കൂടെയല്ല, പരാജയപ്പെട്ടവന്റെ കൂടെ അല്ല നമ്മൾ ആരുടെ കൂടെയാണ്? വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ്, വിജയിച്ചവരുടെ കൂട്ടത്തിലാണ്. ഞാൻ എബ്രായ ലേഖനം ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. കണ്ടോ? വെളിപ്പാട് പുസ്തകം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലാണ്. നാമോ വിശ്വസിച്ചിട്ട് പിന്മാറിപ്പോയവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലത്രേ. അപ്പൊ നമ്മൾ ആരുടെ കൂട്ടത്തിലാണ്? വിശ്വസിച്ചിട്ട് പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. 10-ാം അധ്യായം 39-ാമത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 38-39 വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. വിശ്വസിച്ചിട്ട് പിന്മാറിപ്പോയ ദൈവത്തിന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പൊ നമ്മൾ ആരുടെ കൂട്ടത്തിലല്ല? വിശ്വസിച്ചിട്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ആരുടെ കൂട്ടത്തിലാണ്? പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിലാണോ? അതോ പണത്തിനു വേണ്ടി ഓടി നടക്കുന്നവരുടെ കൂട്ടത്തിലാണോ? അധികാരത്തിനു വേണ്ടി ഓടി നടക്കുന്നവരുടെ കൂട്ടത്തിലാണോ? വിശ്വസിച്ചിട്ട് നശിച്ചു പോയ വ്യക്തികളുടെ കൂട്ടത്തിലാണോ? അതോ വിശ്വസിച്ചിട്ട് പ്രതികൂലങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ ആഞ്ഞടിച്ചാലും ചതുരകും മേശകും അഭിനകവും പറഞ്ഞതുപോലെ, രാജാവേ, ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആരെന്ന് ഞങ്ങൾ നല്ലവണ്ണം അറിയുന്നു. രാജാവ് ഉണ്ടാക്കിയ ഈ എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. പക്ഷെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലെങ്കിലും ശരി, ദൈവത്തെ വിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാനില്ല. എപ്പോഴാണ് പറഞ്ഞത്? നിയമം പ്രതികൂലമായി നിൽക്കുകയാണ്, തീച്ചുള 7 മടങ്ങ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണിച്ചിട്ട് രാജാവ് ചോദിക്കുന്നത്, ഈ തീച്ചുളയിൽ നിന്നും വിടുവിക്കുന്ന ദൈവം ആരുള്ളൂ? രാജാവ് ഒരു നിയമം പറഞ്ഞാൽ അതിനെ അസാധുവാക്കുവാൻ പ്രജകൾക്ക് കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ യഹൂദന്മാർ പറഞ്ഞു, വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലെങ്കിലും ശരി, രാജാവ് പറയുന്നതിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഒത്തുപോകത്തില്ല. രാജ്യത്തിൽ പ്രധാന സ്ഥാനികളാക്കി അവർക്ക് ഉയർച്ച കൊടുത്തു. ആ പദവിയല്ല അവർ നോക്കിയത്, സ്ഥാനമല്ല നോക്കിയത്, അവരെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ദൈവത്തെയാണ് അവർ നോക്കിയത്. അപ്പോൾ പ്രതികൂലങ്ങളിലും അതേ പ്രതിസന്ധികളിലും അതേ അകപ്പെടാതെ നമ്മളെ കാക്കുന്ന ദൈവമുണ്ട്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ലോകത്തിൽ ആഞ്ഞടിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നിന്ന അതേ വിശുദ്ധന്മാർ, ജീവരക്ഷ പ്രാപിച്ചവർ, അവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? ഏത് കൂട്ടത്തിലാണ് എന്ന് നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആരുടെ കൂട്ടത്തിലാണ് നമ്മൾ? വിശ്വസിച്ചിട്ട് നശിച്ചുപോയ ഒത്തിരി പേരുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ശുശ്രൂഷയിലായിരുന്നിട്ടും വീണുപോയ അനേകരുണ്ട്. അവരുടെ തലമുറകൾ ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കൂട്ടത്തിലാകരുത്. പേരില്ലെങ്കിലും പ്രശസ്തികളില്ലെങ്കിലും സ്ഥാനമാനങ്ങളിലും ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ലെങ്കിലും ഡിഗ്രികളോ നല്ല സൗന്ദര്യങ്ങളോ ഇല്ലെങ്കിലും 3-4 അതേ നില വീടുകളില്ലെങ്കിലും അതേ ജീവിതത്തിൽ പ്രയാസങ്ങളിലും കഷ്ടതകളിലും വിശുദ്ധിയും സത്യസന്ധതയും നിർമ്മലതയും വിശ്വസ്തതയും നിഷ്കളങ്കതയും സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്നും
നമ്മുടെ ഭൂമിയിലുണ്ട്. ഒരു ശേഷിപ്പിനെ ദൈവം നിശ്ചയമായിട്ടും മാറ്റി നിർത്തിയിരിക്കും. ഏത് കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മൾ ഏതിൻ്റെ കൂട്ടത്തിലാണ് എന്ന് നമ്മൾ തന്നെ വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ വളരുന്നത് പ്രതിഫലം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ആത്മീകമായ അല്ലെങ്കിൽ സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു വന്ന ഭാഗമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തതേ ഉള്ളൂ. കാരണം എല്ലാ ആഴ്ചയിലും എല്ലാവരും കേൾക്കുന്നില്ലല്ലോ. പക്ഷേ ഈ ആഴ്ചയിൽ നമുക്കൊരു പുതിയ വിഷയം എടുക്കുവാൻ സമയമില്ല. അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ഒരു ദൈവത്തിൽ ക്രിസ്തുവിൽ വളരുന്നത് എന്തിനാണ്? വളരേണ്ടത് എന്തിനാണ്? സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ താമസിക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ജീവിതകാലത്ത് നമ്മൾ ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ സിംറ്റംസ്, അടയാളം എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. എന്തൊക്കെയാണ്? നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കവിവാചകം പോലെ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ്? സത്യസന്ധത, വിശുദ്ധി, നിർമ്മലത, ദൈവസ്നേഹം, നിഷ്കളങ്കത, ദൈവഭയം. എബ്രായ ലേഖനം 12:28 പറയുന്നു, ഇളകാത്ത ഒരു രാജ്യം ഈ ഭൂമിയിലില്ല. ആകാശവും ഭൂമിയൊക്കെ ഇളകി, പക്ഷെ നിലനിൽക്കുന്ന ഒരു രാജ്യം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് പ്രാപിക്കാനുള്ളവരായതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം. ആ ഇളകാത്ത രാജ്യം കർത്താവ് സ്ഥാപിക്കുന്ന ആ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെടണമെന്ന് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരുന്നു. കാരണം എന്താ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അത് വെളിപ്പാട് 20:11 മുതൽ നമ്മൾ വായിച്ചത് അല്ലെ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും എവിടെ തള്ളിയിടും? തീപ്പൊയ്യുക. അതെന്താ? ദഹിപ്പിക്കും. അപ്പോൾ ആ ദൈവഭയം നമ്മളിൽ ഉണ്ട് എങ്കിൽ ഇളകാത്ത രാജ്യം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ വളരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഉറപ്പ് ഉള്ളവരായിരിക്കുക, അല്ലെ? ഇളകിപ്പോകാത്തവരായിരിക്കുക, സ്ഥിരതയുള്ളവരായിരിക്കുക, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കുക, ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കുക, വാക്കുകളിൽ തെറ്റിപ്പോകാതിരിക്കുക, അല്ലെ? നമ്മുടെ അവയവങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാതെ നമ്മൾ അതിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുക. ഇന്ദ്രിയ ജയം എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും അത് വർദ്ധിപ്പിച്ചെടുക്കണമെന്ന് തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റയടിക്കുന്നില്ല. ആ പത്രോസ് അപ്പോസ്തലൻ അവിടെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗം എന്താ? പത്രോസ് എഴുതിയ ആ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം, അതിനകത്ത് എഴുതിയിരിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനമല്ല, 2 പത്രോസിന്റെ ലേഖനം, അതിലെ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. സത്യത്തിൽ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുന്നു. അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. കണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. നമ്മൾ പരിശ്രമിക്കണം. എന്തിനാ പരിശ്രമിക്കും? വളരാൻ, പ്രാപിക്കാൻ പരിശ്രമിക്കണം. അതുതന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവരോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രദ്ധിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഈ ഭൂമിയിൽ പ്രസിഡന്റ് ആകും, സെക്രട്ടറി ആകും, സെൻട്രൽ പാസ്റ്റർ ആകും, ഖജാൻജി ആകും,
എന്നൊന്നുമല്ല ആ വചനം പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം. ഇവയില്ലാത്തവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ, കുരുടൻ. അപ്പൊ ഇവ എന്ത് ചെയ്യണം? ഓരോ ദിവസവും വർദ്ധിപ്പിച്ചെടുക്കണം, വളർത്തിയെടുക്കണം, പരിശ്രമിക്കണം, ഉത്സാഹിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ വളർത്തും. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ പക്കൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രാപിക്കുവാൻ നമുക്കൊന്ന് ഉത്സാഹിക്കാം. ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോകാതെ, സ്വർഗീയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതെ, ആരോടും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒന്നും വെച്ചു പുലർത്താതെ, നമ്മൾ കൊലോസ്യ ലേഖനത്തിലൊക്കെ അതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ചതൊക്കെ തന്നെയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ ക്ഷമിക്കണം. ഇപ്പോഴോ പ്രിയമുള്ളവരെ, നിങ്ങളിൽ കോപം, വിദ്വേഷം, വൈരാഗ്യം നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. എന്നിട്ട് തമ്മിൽ തമ്മിൽ സ്നേഹത്തിൽ വളരണം. നമുക്കൊന്ന് ഉത്സാഹിക്കാം, നമുക്കൊന്ന് പരിശ്രമിക്കാം, അല്ലേ? അപ്പോ ലോകത്തിലെ ചട്ടങ്ങളല്ല ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ചട്ടങ്ങൾ. ലോകത്തിലെ വിധികളിൽ നിന്ന്, ചട്ടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. ദൈവം നമുക്കൊരു പ്രമാണം തന്നു, ദൈവം നമുക്കൊരു നിയമവ്യവസ്ഥകളെ തന്നു, ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. അതിനെ അനുസരിച്ചുകൊണ്ട് നമുക്ക് വളരാൻ പരിശ്രമിക്കാം, ഉത്സാഹിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അത് തുടർന്ന് ഉള്ള ചിന്താവിഷയം നമുക്ക് അടുത്ത ആഴ്ചയിൽ, കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ, ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായി ഒരു നിമിഷം ക്രിസ്തുവിൽ വളരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ അവയവങ്ങളെ ശോധന ചെയ്യാം, നമ്മുടെ വാക്കുകളെ ശോധന ചെയ്യാം, നമ്മുടെ ചിന്തകളെ ശോധന ചെയ്യാം. നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ അവയവങ്ങൾ ദൈവകരങ്ങളൊന്നും സമർപ്പിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ ആലോചന ഞങ്ങൾക്ക് തന്ന് ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തണമേ. ദൈവാത്മാവിനെ അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവിന് വേണ്ടി നിന്ന് ജീവരക്ഷ പ്രാപിച്ച വിശ്വസ്തന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചിട്ട് നശിച്ചു പോയവരുടെ കൂട്ടത്തിൽ അനേകം വിശ്വസിച്ച് വിശ്വാസ കപ്പലുകളെ തകർത്ത് കളഞ്ഞ് നാശത്തിൻ്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോകുമ്പോൾ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ അകപ്പെടാതെ, ആയിത്തീരാതെ വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. രാത്രി എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്, ഒരു നിമിഷം കരങ്ങളെ ദിവസം ശോധന ചെയ്താണ്. കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി, കാഹള ശബ്ദം കേൾക്കുവാൻ സമയമായി. നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ? ഒരു നിമിഷം ശോധന ചെയ്യാം. നമ്മുടെ കരം ശുദ്ധമാണോ? ശോധന ചെയ്യാം. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ വാഗ്ദത്തം നമുക്കുള്ളതുകൊണ്ട് ആ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കുവാൻ യഹോവ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരാണോ? ഒരു നിമിഷം നമുക്കൊന്ന് ശോധന ചെയ്യാം. ഇല്ല എങ്കിൽ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോടൊന്ന് മനസ്സറിയണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ കീഴിൽ ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശബ്ദം ഞങ്ങൾക്കൊന്ന് കേൾപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ, ഇടപെടണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഈ മീഡിയയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവമകളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിന്റെ തലയോളം വളർച്ച പ്രാപിക്കുവാനിടയാകണമേ. പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും അഴിയുവാൻ, സാത്താന്റെ എല്ലാ പോരുകളും അഴിയുവാൻ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ, അവരോട് നിങ്ങൾ എതിർത്ത് നിൽപ്പിൻ എന്ന് കർത്താവിന്റെ വചനമാകിയാൽ ഇന്ന് രാത്രിയിൽ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ദുഷ്ടാത്മസേനയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും ഈ ലോകത്തിലെ സാധാന്യ അധിപതികളോട് യുദ്ധം ചെയ്തുകൊണ്ട് ഒരു വിജയകരമായ ജീവിതം നയിക്കുവാനുള്ള മക്കളായി ഞങ്ങളെ സഹായിക്കണമേ. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നീ എതിർത്ത് കർത്താവിന്റെ വചനം വായിക്കുന്നത് പോലെ പാപത്തോട് പോരാടാൻ, ലോകത്തോട് പോരാടുവാൻ, വിട്ടോടുവാൻ കർത്താവ് ഒരു കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിലൂടെ ഇന്ന് രാത്രിയിൽ
ലോകവ്യാപകമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മേരി എന്ന് പറയുന്ന സഹോദരിയുടെ കൈകാലുകളുടെ കർത്താവേ, എല്ലാ രോഗത്തിനും സ്ട്രോക്കിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ ദൈവം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ കർത്താവെ സഹോദരന് വേണ്ടി അനു വൈക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം ഒരു മറുപടി ഈ ദിവസങ്ങളിൽ നൽകണം. വിശ്വാസത്തിൽ ഉറപ്പിക്കണം. കർത്താവിന് വേണ്ടി ഉറച്ചു നിൽപ്പാൻ ദൈവം കൃപ നൽകണം. പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നമ്മളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേക നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ ദൈവഹിതമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെയും കർത്താവ് നമ്മുടെ കൂടിയിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കുടുംബമായിട്ട് ഓർത്ത്, ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളോട് കൂടിയിരിക്കട്ടെ.